ഇനി തമിഴ്നാടിന്റെ സ്ഥിതി പരിശോധിക്കാം. കാരണം ഇത്തവണ പ്രചാരണങ്ങളിലുടനീളം മികച്ച മുന്നേറ്റം BJP കാഴ്ചവെച്ച ഒരു സംസ്ഥാനം തമിഴ്നാട്. എന്തായാലും BJP സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ, കേന്ദ്രമന്ത്രി എൽ മുരുകൻ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടം ആണ് നടന്നതും. തമിഴ്നാട്ടിൽ ഇത്തവണ BJPക്ക് ചരിത്ര വിജയം പ്രവചിച്ച എൽ മുരുകൻ നേരിട്ട് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയ ഒരു കാഴ്ച കൂടിയുണ്ട്. തമിഴ്നാട്ടിലെ വോട്ടെണ്ണൽ വിശേഷങ്ങളുമായി ചേരുന്നത് അഖിൽ പാലോട്ടുമണമാണ്. അഖിൽ, ഈ പറഞ്ഞതുപോലെ മുൻപില്ലാത്ത വണ്ണം മികച്ച രീതിയിലുള്ള പ്രചാരണം കാഴ്ചവെക്കാൻ BJPക്ക് ഇത്തവണ സാധിച്ചു തമിഴ്നാട്ടിൽ. അനു, ദ്രാവിഡ രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്യപ്പെട്ട തമിഴ്നാട്ടിൽ ഇത്തവണ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യും എന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ദേശീയ തലത്തിൽ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1 മുതൽ 5 വരെ സീറ്റുകളാണ് തമിഴ്നാട്ടിൽ പ്രവചിക്കപ്പെടുന്നത്. അത് വലിയ മുന്നേറ്റമായി തന്നെയാണ് NDAയുടെ ദേശീയ നേതൃത്വവും അതുപോലെ തന്നെ BJPയുടെ ദേശീയ നേതൃത്വവും എല്ലാം തന്നെ നോക്കിക്കാണുന്നത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 0-ൽ നിന്നാണ് 5 നിയമസഭാ സാമാജികരെ തമിഴ്നാട്ടിൽ BJPക്ക് ഒറ്റയ്ക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചത്. അത് കന്യാകുമാരിയിൽ ഒരു മണ്ഡലമുണ്ട്, നാഗർകോവിൽ MR ഗാന്ധി ഉണ്ട്, അതുപോലെ തന്നെ മഹിളാ മോർച്ചയുടെ ദേശീയ അധ്യക്ഷയായിട്ടുള്ള വാനതി ശ്രീനിവാസനുണ്ട്, തിരുനെൽവേലിയിൽ നായനാർ നാഗേന്ദ്രനുണ്ട്. അങ്ങനെ പരിണിതപ്രജ്ഞരായിട്ടുള്ള നേതൃത്വത്തെയാണ് നിയമസഭയിലേക്ക് അയക്കാൻ BJPക്ക് ആയത്. അതുകൊണ്ട് തന്നെ BJPക്ക് തമിഴ്നാട്ടിൽ വലിയ അടിത്തറ പാകിയ സംസ്ഥാന അധ്യക്ഷൻ കുപ്പുസ്വാമി അണ്ണാമല തന്നെ നേരിട്ട് പ്രചരണം നടത്തിയ വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടിയായിരുന്നു ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതിൽ ഇപ്പോൾ പ്രവചിക്കുന്നത് അനുസരിച്ച് അണ്ണാമല മത്സരിക്കുന്ന കോയമ്പത്തൂർ, അതുപോലെ തന്നെ ഇടക്കാലങ്ങളിൽ BJP ലയിച്ച ശരത് കുമാറിന്റെ പാർട്ടിയുടെ നേതാവായ രാധിക ശരത് കുമാർ മത്സരിക്കുന്ന വിരുദ്ധനഗർ, അതുപോലെ തന്നെ ധർമ്മപുരി, അവിടെ മത്സരിക്കുന്നത് PKM ആണ്. പാട്ടാൾ മക്കൾ കക്ഷി ആണ് അവിടെ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സൗമ്യ അമ്പുമണിയാണ് അവിടെ സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ കള്ളക്കുറിച്ചി, അവിടെയും പാട്ടാൾ മക്കൾ കക്ഷിയാണ് NDAക്ക് വേണ്ടി സ്ഥാനാർത്ഥിയാവുന്നത്. ദേവദാസ് ഗൗണ്ടറാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. മറ്റൊരു മണ്ഡലം വെല്ലൂരാണ്. അവിടെ BJPയുടെ AC ഷൺമുഖനാണ് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യം ശ്രദ്ധയോടെ കണ്ടത്, അതായത് 1-ാം ഘട്ടത്തിൽ ആദ്യം തെരഞ്ഞെടുപ്പ് നേരിട്ട സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു തമിഴ്നാട്ടിലെ 39 ലോക്സഭാ മണ്ഡലം. അതിൽ ഏറെ ശ്രദ്ധേയമായത് അണ്ണാമല മത്സരിക്കുന്ന കോയമ്പത്തൂർ തന്നെയാണ്. അവിടെ എല്ലാ തവണയും CPM ആണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ NDA മുന്നണി എന്ന നിലക്ക് അവിടെ CPMൽ നിന്നും അത് DMK ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. DMKയുടെ അവിടെ മുൻ മേയറായിട്ടുള്ള മണ്ഡലത്തിലെ സ്വീകാര്യൻ കൂടിയാണെന്ന് അവർ അവകാശപ്പെടുന്ന ഗണപതി രാജ്കുമാറും DMKയുടെ വിശ്വസ്തനായിരുന്ന ADMKയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് എടപ്പാടിയുടെ വിശ്വസ്തനായ പാർട്ടി IT വിഭാഗം തലവനായ G രാമചന്ദ്രനുമാണ് AIADMKയ്ക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായി കോയമ്പത്തൂരിൽ ജനവിധി തേടുന്നത്. എൽ മുരുകൻ മത്സരിക്കുന്നത്, അതായത് IPS ഉദ്യോഗസ്ഥനായിരുന്ന അണ്ണാമല മത്സരിക്കുന്നു, കേന്ദ്രമന്ത്രിയായ എൽ മുരുകൻ മത്സരിക്കുന്നു, നിയമസഭയിലെ കക്ഷി നേതാവായ നായനാർ നാഗേന്ദ്രൻ മത്സരിക്കുന്നു. അങ്ങനെ വലിയ ഒരു നേതൃത്വത്തെ തന്നെ ഇറക്കിയാണ് ഇത്തവണ തമിഴ്നാട്ടിൽ BJP ഇലക്ഷനെ നേരിട്ടത്. അതിനു പിന്നാലെ 7-ാം തവണത്തെ പരസ്യ പ്രചരണം അവസാനിക്കുന്ന ദിവസം എത്തുന്നത് രാജ്യത്തിന്റെ പ്രധാന സേവകൻ തന്നെ അവിടെ ധ്യാനമിരിക്കുന്നതിലേക്കായി കന്യാകുമാരിയിലേക്ക് എത്തുന്നു, തമിഴ്നാട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ രാഷ്ട്രീയപരമായി വലിയ മുൻതൂക്കം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നിന്ന് ഉണ്ടാകും എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതിനൊരു പ്രത്യേകമായ ഒരു കാരണമുണ്ട്. ഇത്തവണ അവിടെ വലിയ സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. DMKയുടെ നേതൃത്വത്തിൽ, സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനും അപ്പുറത്ത് ഈ ഇന്ത്യ സഖ്യം രൂപീകരണ ഘട്ടത്തിൽ DMKയുടെ മന്ത്രിയായ സ്റ്റാലിന്റെ മകൻ കൂടിയായ ഉദയനിധി സ്റ്റാലിനാണ് സനാതന ധർമ്മത്തെ ഇല്ലാതാക്കണം, അത് കുഴിച്ചുമൂടപ്പെടേണ്ടതാണെന്ന പ്രസ്താവന തമിഴ്നാട്ടിൽ നിന്നും ഉണ്ടാകുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് തമിഴകം സാക്ഷ്യം വഹിച്ചതാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിനും അപ്പുറത്ത്
ദേശീയ രാഷ്ട്രീയം നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യം. ഏകദേശം 11 സീറ്റുകളിൽ മാത്രമാണ് ഇത്തവണ കോൺഗ്രസ് തമിഴ്നാട്ടിൽ ജനവിധി തേടുന്നത്. അത് കന്യാകുമാരി പോലുള്ള ചില മണ്ഡലങ്ങളിലാണ് കോൺഗ്രസിന് സ്ഥാനാർത്ഥിത്വം നൽകിയിട്ടുള്ളത്. ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലും DMK നേരിട്ട് മത്സരിക്കുന്നു. 2 സ്ഥലങ്ങളിൽ CPM മത്സരിക്കുന്നു, 2 സ്ഥലങ്ങളിൽ CPI മത്സരിക്കുന്നു. അങ്ങനെയാണ് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് 39 സീറ്റുകളിൽ. മറ്റു സ്ഥലങ്ങളിൽ അവിടെ ഒരു മൂന്നാം കക്ഷി എന്ന നിലക്ക് അവിടെ മത്സരിക്കുന്നത് AIDMK ആണ്. ജയലളിതയുടെ പാർട്ടിയായ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ നേതൃത്വത്തിലാണ്. മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യമൊട്ടാകെയും വിധിയറിയാൻ